ഈ വീഡിയോയിൽ നാം ശരക്ക് ബിസിനസ് ആപ്പിൽ പ്രോ ബില്ലിംഗ് പ്ലാൻ വാങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ ഗുണങ്ങളെയും വിശദമായി നോക്കാം. ആദ്യത്തെ ഗുണം ക്ലൗഡ് ബാക്കപ്പ് ആണ്. മൊബൈൽ നഷ്ടപ്പെട്ടാലോ കേടായാലോ ഡേറ്റ എളുപ്പത്തിൽ റിക്കവർ ചെയ്യാം. അടുത്തത് വയർലെസ് ബില്ലിംഗ് ആണ്. അടുത്ത് നിൽക്കാതെ തന്നെ 30 ഫീറ്റ് ദൂരത്ത് നിന്ന് ബ്ലൂടൂത്ത് വഴി പ്രിന്റ് ചെയ്യാം. മൂന്നാമത്തേത് നോക്കിയാൽ GST. നിങ്ങൾക്ക് കസ്റ്റമറിന് GST ബില്ല് നൽകാൻ കഴിയും. നാലാമതായി ഒരേ സമയം എത്ര കസ്റ്റമർമാർ വന്നാലും നിങ്ങൾക്ക് അവരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാം. 50ാമത്തെ ഫീച്ചർ റിട്ടേൺ, റീപ്ലേസ്മെന്റ്, എക്സ്ചേഞ്ച് എന്നിവയാണ്. ഏത് ഓർഡർ ആയാലും റിട്ടേണും റീപ്ലേസ്മെന്റും ഇതിൽ എളുപ്പത്തിൽ മാനേജ് ചെയ്യാം. 61ാമത്തത് നോക്കിയാൽ നാം ബില്ല് ചെയ്യുമ്പോൾ എത്ര ലാഭം വരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി കസ്റ്റമറിന് എത്ര ഡിസ്കൗണ്ട് നൽകാമെന്ന് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും. 7 തോണി എന്താണെന്ന് നോക്കിയാൽ വില്ലേജ് സ്ട്രീറ്റിലെ ഡീലുകൾ കാണാം. റിപ്പോർട്ടുകൾ എക്സലിൽ പരിശോധിക്കാനും അതുപോലെ ലാഭം മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അന്ത 8 പിക്ചറിലൂടെ ട്രാക്ക് ലിയേഴ്സിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, എത്ര പോയി, ബാക്കി എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാം. 9th പിക്ചറിൽ മൾട്ടി യൂസേഴ്സായി ഒരു ഓണറും 2 അസിസ്റ്റന്റുമാരും ഉൾപ്പെടെയുള്ളവർക്ക് ഒരേ സമയം ബിൽ പ്രോസസ് ചെയ്യാൻ സാധിക്കും. 10th ഫീച്ചറിലൂടെ നിങ്ങളെ കടയിലെ റെഗുലർ കസ്റ്റമർ ഡേറ്റ മാനേജ് ചെയ്യാം. അവരുടെ പേര് അതിൽ പ്രിന്റ് ചെയ്യും. അതിനാൽ റെഗുലർ കസ്റ്റമർക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഡിസ്കൗണ്ട് നൽകാം. 11ാം ഫീച്ചർ എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് 2 തവണ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് മാറ്റാൻ കഴിയും. അതിനാൽ നിങ്ങൾക്ക് ബില്ലിംഗ് പ്രോസസ്സ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. 12ാം ഫീച്ചർ എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പച്ച തയ്യാർ മാത്രം നൽകിയാൽ മതി. നിങ്ങളുടെ സെല്ലിംഗ് മാർജിൻ എളുപ്പത്തിൽ കണക്കാക്കാൻ കഴിയും. 13ാം ഫീച്ചർ എന്താണെന്ന് നോക്കിയാൽ നമ്മൾക്ക് ബാർകോഡ്, QR കോഡ് സ്കാനിങ് ഇൻബിൽട്ട് ആയിരിക്കും. അതിനാൽ നിങ്ങൾക്ക് വേറൊരു അഡീഷണൽ ഡിവൈസ് വാങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിച്ച് ബാർകോഡ് സ്കാൻ ചെയ്ത് ഒരു ഉൽപ്പന്നത്തിന് ബില്ല് ചെയ്യാൻ കഴിയും. OTയുടെ ഫീച്ചർ എന്താണെന്ന് നോക്കിയാൽ റണ്ണിങ് ഓർഡർ, അതായത് നിങ്ങളുടെ കടയിൽ എത്ര കസ്റ്റമർ ഒരേ സമയം വന്നാലും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒരേ സമയം മാനേജ് ചെയ്യാൻ കഴിയും. എങ്ങനെ ഫീച്ചർ എന്താണെന്ന് നോക്കിയാൽ ടോക്കൺ മോഡ് വളരെ കൂടിയ തിരക്കുള്ള സമയത്ത് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. 65ാം ഫീച്ചർ എന്താണെന്ന് നോക്കിയാൽ നിങ്ങളുടെ കടയിൽ വന്നിട്ട് ബില്ല് ഇംഗ്ലീഷിലും മാത്രമല്ല തമിഴിലും തന്നെ നൽകാൻ കഴിയും. 17ാം ഫീച്ചർ എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾ പഴയ പ്രിന്റർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിനായി ഉപയോഗിക്കാൻ കഴിയുന്ന സൗകര്യം ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപയോഗിച്ച് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ കഴിയും. 8ാമത്തെ ഫീച്ചർ നോക്കിയാൽ ഇടപാടുകളിൽ കസ്റ്റമറിന് ലോൺ നൽകി അഡ്വാൻസ് വാങ്ങുന്നത് വളരെ സൗകര്യപ്രദമായി മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. 19ാം ഫീച്ചർ മിനി സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ദിവസം, 7 ദിവസം, മാസം, വർഷം എന്നിവയുടെ വിവരങ്ങൾ സിംഗിൾ സ്വൈപ്പിൽ എളുപ്പത്തിൽ പരിശോധിക്കാം. 20ാം ഫീച്ചർ എന്താണെന്ന് നോക്കിയാൽ സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട്. നിങ്ങൾ നിങ്ങളുടെ അസിസ്റ്റന്റിൽ ജോലി പൂർത്തിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ജനറേറ്റ് ചെയ്യാം. ആ സ്റ്റേറ്റ്മെന്റ് ലഭിച്ച ശേഷം GST പോലുള്ള പല റിപ്പോർട്ടുകളും നിങ്ങൾക്ക് അധികമായി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനാകും. 20ാം ഫീച്ചറിന്റെ ആദ്യത്തെ ഭാഗം എന്താണെന്ന് നോക്കിയാൽ ഓർഡർ കമന്റ്. നിങ്ങളൊരു ഓർഡർ ഇടുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് റിമൈൻഡ് ചെയ്യാൻ സ്കോർ ചെയ്യാമെങ്കിൽ ആ ഓപ്ഷൻ നമ്മുടെ ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. 26ാം ഫീച്ചർ നിങ്ങളുടെ ബിസിനസ്സിൽ സമയത്തിനനുസരിച്ച് വ്യത്യസ്ത മെനുകൾ ഉപയോഗിക്കുമ്പോൾ ബില്ലിംഗ് ബുദ്ധിമുട്ടാകാതിരിക്കാൻ ടൈം സ്ലോട്ട് സഹായിക്കുന്നു. ടൈം സ്ലോട്ട് വഴി ആ സമയത്തെ ഐറ്റങ്ങൾ മാത്രം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് ബില്ലിംഗ് വളരെ എളുപ്പവും സൗകര്യപ്രദവുമാക്കും. 23ാം ഫീച്ചർ പേയ്മെന്റ് മോഡാണ്. കസ്റ്റമർ ക്യാഷ്, കാർഡ്, GPay എന്നിങ്ങനെ ഏത് രീതിയിൽ പണം നൽകിയാലും നമ്മുടെ ആപ്പിലൂടെ അത് സ്റ്റോർ ചെയ്ത് സൗകര്യപ്രദമായി മാനേജ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 24ാം ഫീച്ചർ എന്താണെന്ന് നോക്കിയാൽ ഫീഡ്ബാക്ക്. നമ്മുടെ ശരക്ക് ബിസിനസ് വൈഡ് വെറൈറ്റി ഓഫ് ഇൻഡസ്ട്രികൾക്ക് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് എല്ലാ ഇൻഡസ്ട്രികൾക്കും അനുയോജ്യമായ രീതിയിൽ ഫീഡ്ബാക്ക് എന്നൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. ആ ഫീഡ്ബാക്കിൽ നിങ്ങളുടെ ഇൻഡസ്ട്രിക്ക് വേണ്ടതുപോലെ കസ്റ്റമൈസേഷൻ ചെയ്യാം. നിങ്ങൾ റെക്കമെൻഡ് ചെയ്താൽ അത് ഞങ്ങൾ അനലൈസ് ചെയ്ത് അടുത്ത വർഷം ഇംപ്ലിമെന്റ് ചെയ്ത് നൽകും. അതിനാൽ ഇത് വളരെ ഉപകാരപ്രദമായ ഒരു ഫീച്ചറാണ്. ഇപ്പോൾ 25ാം ഫീച്ചർ എന്താണെന്ന് നോക്കിയാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ. കാരണം പല ബിൽഡിംഗ് സോഫ്റ്റ്വെയറുകളിലും ഒരു പ്രശ്നം എന്താണെന്ന് പോസ്റ്റ് സർവീസ് ശരിയായില്ലാത്തത്.
അതിന് നമ്മൾ എങ്ങനെ പരിഹരിക്കുന്നു എന്നതാണ്. നമ്മുടെ ആപ്പിൽ തന്നെ കംപ്ലൈൻറ്റ് എന്നൊരു ആക്ഷൻ വെച്ചിട്ടുണ്ട്. ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കി നിങ്ങളൊരു കംപ്ലൈൻറ്റ് റേസ് ചെയ്താൽ അതിനായി ഒരു ടിക്കറ്റ് നമ്മുടെ അഡ്മിൻ പോർട്ടലിൽ ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ടീം എത്ര വേഗം ക്ലോസ് ചെയ്യാൻ കഴിയുമോ അത് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ് നൽകും. ഇനി 26ാമത്തെ ഫീച്ചർ നോക്കാം. വാട്സാപ്പിൽ നിങ്ങളുടെ കസ്റ്റമർ അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യേണ്ടതാണെങ്കിൽ അതിന് നമ്മുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ നാം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഷെയർ ഓപ്ഷൻ കൊടുത്ത ഉടനെ അതൊരു PDF ആയി ജനറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമറിന് വാട്സാപ്പിൽ ഷെയർ ചെയ്യാൻ സാധിക്കും. ഇനി 27ാമത്തെ ഫീച്ചർ നോക്കാം. അതായത് മൾട്ടിപ്പിൾ സ്റ്റോക്ക് അപ്ഡേറ്റ്. നിങ്ങൾ പല ഡീലർമാരിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങുമ്പോൾ കസ്റ്റമറിന് ബില്ല് ചെയ്യുമ്പോൾ അതിനെ എളുപ്പം മാനേജ് ചെയ്യാം. ഇനി 28ാമത്തെ ഫീച്ചർ നോക്കിയാൽ പർച്ചേസ് ഡീറ്റെയിൽസ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം വാങ്ങിയാൽ അതിൻ്റെ GST ഇൻവോയ്സും നമ്മുടെ ആപ്പിൽ വരും. നിങ്ങൾക്കത് സ്റ്റോർ ചെയ്യാനും കഴിയും. അതിനാൽ നിങ്ങൾ ബില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിനകം പേ ചെയ്ത ടാക്സ്, കസ്റ്റമർ പേ ചെയ്യുന്ന ടാക്സ്, ഒടുവിൽ നിങ്ങൾ എത്ര ടാക്സ് കൂടി പേ ചെയ്യണം എന്നതെല്ലാം എളുപ്പത്തിൽ ഇതിന് മാനേജ് ചെയ്യാൻ കഴിയും. ഇനി 29ാമത്തെ ഫീച്ചർ നോക്കിയാൽ ബിസിനസ്സിലെ എല്ലാ ഐറ്റങ്ങൾക്കും നമുക്ക് ഇമേജുകൾ ചേർക്കാൻ സാധിക്കും. ഇതുവഴി മറ്റു ഭാഷക്കാർ ജോലിക്ക് വന്നാലും ഇമേജുകൾ നോക്കി എളുപ്പത്തിൽ ബില്ല് തയ്യാറാക്കാം. അതിനാൽ അവർക്കെല്ലാം വായിക്കണമെന്ന് നിർബന്ധമില്ല. ഡീലർ എന്നതിൽ ഡീലർമാരുടെ വിവരങ്ങൾ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അവർ നൽകുന്ന സാധനങ്ങൾ അതുപോലെ മാപ്പ് ചെയ്യാൻ സാധിക്കും. സ്റ്റോക്ക് തീരുമ്പോൾ ഈ ഡീലർമാരെ എളുപ്പത്തിൽ ബന്ധപ്പെട്ട് ഓർഡറുകൾ നൽകാൻ ഇത് സഹായിക്കും. ഇത് വളരെ ഉപകാരപ്രദമാണ്. 30ാം ഫസ്റ്റ് പിക്ചർ എന്താണെന്ന് നോക്കിയാൽ നോട്ടിഫിക്കേഷൻ. നിങ്ങളുടെ അസിസ്റ്റന്റ് ഒരു ബില്ലിടുമ്പോൾ നിങ്ങൾ ആ സമയത്ത് കടയിൽ ഇല്ലെങ്കിലും എവിടെയായാലും ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ ആരാണ് റേറ്റ് മാറ്റിയത്, ആരാണ് ഐറ്റം ഡിലീറ്റ് ചെയ്തത്, ആരാണ് കൂടുതൽ ബില്ല് ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നോട്ടിഫൈ ചെയ്യും. അതിനാൽ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇനി സെക്കൻഡ് പിക്ചർ എന്താണെന്ന് നോക്കിയാൽ റിപ്പീറ്റ് ഓർഡർ. നിങ്ങൾ നേരത്തെ ഒരു ബില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ഗ്രോസറി ഷോപ്പ് അല്ലെങ്കിൽ മല്ലികை കടയുണ്ടെങ്കിൽ ഉത്സവങ്ങൾക്കും ഫംഗ്ഷനുകൾക്കും ഒരു ഓർഡർ വരും. ആ ഓർഡറിൽ നിങ്ങളൊരു 100 അല്ലെങ്കിൽ 200 ഐറ്റം ചേർത്തിട്ടുണ്ടെങ്കിൽ അതേ ഓർഡർ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാം. അതിനാൽ ഇതിന്റെ പ്രധാന ഗുണം നിങ്ങളുടെ സമയം വളരെയധികം സംരക്ഷിക്കപ്പെടും എന്നതാണ്. 3ാമത്തെ പിക്ചർ എന്താണെന്ന് നോക്കിയാൽ പാരാമീറ്റർ ടെംപ്ലേറ്റ്. പാരാമീറ്റർ ടെംപ്ലേറ്റ് എന്നത് എന്താണെന്നാൽ നിങ്ങളൊരു ഓർഡറിൽ പാർസലിന് എക്സ്ട്രാ ചാർജുകൾ, പാക്കേജിംഗ് ചാർജുകൾ, ഡെലിവറി ചാർജുകൾ എന്നിവയെല്ലാം പാരാമീറ്റർ ടെംപ്ലേറ്റായി നൽകാം. ഇത് നൽകുന്നതിലൂടെ പാർസലിന് അഡീഷണൽ ചാർജുകൾ ഈടാക്കുമ്പോൾ ഇത് GSTയിൽ ഉൾപ്പെടില്ല. നിങ്ങൾക്ക് അഡീഷണൽ ചാർജുകൾ കസ്റ്റമറിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ കഴിയും. 4ാമത്തെ പിക്ചർ സെർച്ച് ആക്ഷൻ ആണ്. നിങ്ങൾ സ്റ്റോക്ക് ബിൽ ഇടുന്ന സ്ക്രീനിലായാലും ബിൽ ഹിസ്റ്ററിയിലായാലും ഏത് സ്ക്രീൻ എടുത്താലും ഇൻപുട്ട് നൽകി സെർച്ച് ചെയ്യാം. അതായത് സ്റ്റോക്ക് നെയിം, റേറ്റ് കാർഡ്, വേരിയന്റ്, കോസ്റ്റ് എന്നിവയോ, അതുപോലെ ബിൽ ഹിസ്റ്ററിയിൽ കസ്റ്റമർ നെയിം, അസിസ്റ്റന്റ് നെയിം, ആരാണ് ബില്ല് ചെയ്തത്, ഐറ്റത്തിന്റെ പേര് എന്നിങ്ങനെ ഏത് ഇൻപുട്ട് നൽകിയാലും എളുപ്പത്തിൽ സെർച്ച് ചെയ്ത് കണ്ടെത്താം. ഇതിനായി പ്രത്യേക ഫിൽറ്റർ ഓപ്ഷൻ ഉപയോഗിക്കേണ്ടതില്ല. നിങ്ങൾ ടൈപ്പ് ചെയ്താൽ തന്നെ സെർച്ച് സ്റ്റാർട്ട് ആയിക്കോളും. 30ാം ഫിഫ്ത്ത് ടീച്ചർ എന്താണെന്ന് നോക്കൂ. ക്വിക്ക് ബിൽ എന്നത് എന്തിനാണ് വെച്ചിരിക്കുന്നതെന്നാൽ കൂട്ടം കൂടുതലായിരിക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് 11 തവണ ചെക്ക് ചെയ്ത് ബില്ല് ഇടേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങളൊരു ഫാസ്റ്റ് ഫുഡ് ബിസിനസ് നടത്തുകയാണെങ്കിൽ അതിനാൽ ഫാസ്റ്റ് ബില്ല് പോകാൻ നിങ്ങൾക്ക് ആ സ്റ്റോക്ക് സ്ക്രീനിൽ നിന്ന് നേരിട്ട് ബില്ലിൽ പ്രിന്റ് ചെയ്യാൻ കഴിയും. അതിനാൽ ഇതൊക്കെ നിങ്ങൾക്ക് സമയം വളരെയധികം സംരക്ഷിക്കാൻ സഹായിക്കും. 36 പിക്ചർ എന്നത് എന്താണെന്ന് നോക്കൂ. അതായത് മോസ്റ്റ് സെല്ല്. അതായത് നിങ്ങളുടെ കടയിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഐറ്റം ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായി മുകളിൽ വരും. അതിനാൽ പതിവായി വിറ്റുപോകുന്നവയെ ബില്ല് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമാകും. 37ാമത് നോക്കിയ ബില്ലിംഗ് നെയിം. അതായത് നിങ്ങളുടെ ആപ്പിൽ ഉപയോഗിക്കാൻ ഒരു പേര് വയ്ക്കാം, ബിൽ പ്രിന്റ് ചെയ്യാൻ വേറൊരു പേര് വയ്ക്കാം. അതിനാൽ നിങ്ങൾക്ക് കസ്റ്റമറുടെ ഭാഷയിൽ ബിൽ നൽകാൻ ഇത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഓരോ ഐറ്റത്തിനും ഒരു പേര് ഡിസ്പ്ലേ ചെയ്യാം. 38 പിക്ചർ എന്നത് എന്താണ് നോക്കിയാൽ അതായത് ഷോർട്ട് കട്ട്. ഈ ഷോർട്ട് കട്ട് പിക്ചർ എന്നത് നിങ്ങൾക്ക് കളറായോ വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ടായി ഒരു കോഡ് വെക്കാം. അതിനടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഐറ്റങ്ങൾ ഗ്രൂപ്പ് ചെയ്ത് വേഗത്തിൽ ബില്ല് ചെയ്യാൻ ഇത് ഉപകാരപ്പെടും. 39 ഫീച്ചർ എന്താണെന്ന് നോക്കിയാൽ കൊട്ടേഷൻ മോഡ്. ഒരു കസ്റ്റമർ വരുന്നു, നിങ്ങളോട് വെറും കൊട്ടേഷൻ മാത്രം ചോദിക്കുമെങ്കിൽ അതിന് നമ്മുടെ ആപ്പ് സപ്പോർട്ട് ചെയ്യണം. കാരണം ഇതിൽ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ റെക്കോർഡ് സേവ് ആകില്ല. നിങ്ങൾക്ക് കസ്റ്റമറിന് വെറും പേപ്പറിൽ പ്രിന്റ് ചെയ്ത് നൽകാം. അതിനാൽ ഈ കൊട്ടേഷൻ മോഡ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. പിക്ചർ എന്താന്ന് നോക്കിയാൽ സേവ് പേപ്പർ മോഡ്. ഇപ്പൊ പല കടകളിലും എന്താന്നാ കസ്റ്റമർ വാങ്ങിപ്പോയിട്ട് നമ്മിന്ന് ബില്ല് എടുക്കാറില്ല. പക്ഷെ പ്രിന്റർ തുടർച്ചയായി പ്രിന്റ് ചെയ്യുന്നതിനാൽ വളരെയധികം പേപ്പർ വെയിഡാകുന്നു. അതിനാൽ ഇതിന് പരിഹാരം കണ്ടിട്ടുണ്ട്. നിങ്ങൾ ബില്ല് ചെയ്യുമ്പോൾ ലോങ് പ്രസ് ചെയ്താൽ റെക്കോർഡ് സേവ് ആകും, പക്ഷെ പേപ്പറിൽ പ്രിന്റ് വരില്ല. അതിനാൽ ഈ സേവ് പേപ്പർ മോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പിക്ചർ എന്താണെന്ന് നോക്കിയാൽ അഡീഷണൽ പാർക്ക് ആൻഡ് സ്കാനർ ഡിവൈസ്.
നമ്മുടെ ചരക്ക് ബിസിനസ് ആപ്പിൽ നിങ്ങൾ എക്സ്ട്രാ ഡിവൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് USB ആയിരിക്കട്ടെ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് എനേബിൾഡ് പാർട്ട് സ്കാൻ ആയിരിക്കട്ടെ, അതിന് പെയർ ചെയ്ത് നിങ്ങൾ എക്സ്ട്രാ ഡിവൈസിൽ നിന്ന് സ്കാൻ ചെയ്താലും നമ്മുടെ ബിസിനസ് ആപ്പിൽ അത് ഓട്ടോമാറ്റിക്കായി ആഡ് ചെയ്ത് ബിൽ പ്രോസസ്സ് ചെയ്യാൻ കഴിയും. 40 സെക്കൻഡ് സിസ്റ്റർ അണ്ണം നോക്കിയാൽ ബോസ് പടം അഡ്വാൻസ്. നമ്മളിത് ഈ CI കാറ്റഗറി ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ വളരെ കൂടുതൽ വേരിയൻ്റ് ഉള്ള ഒരു ഐറ്റം ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് മോഡ് ഉപയോഗിക്കാം. വളരെ സിമ്പിളായി വെറും പേര്, വെറും റേറ്റ് മാത്രം നൽകാൻ ബേസ് മോഡ് ഉപയോഗിക്കാം. ഈ ഓപ്ഷനുകൾ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നോക്കാനും ഉപയോഗിക്കാനും എളുപ്പമാകും. പാർട്ടി തേർഡ് ഫീച്ചർ എന്താണെന്ന് നോക്കിയാൽ എക്സൽ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. നിങ്ങളുടെ കയ്യിലുള്ള റെക്കോർഡുകൾ, അതായത് ഐറ്റം, റേറ്റ് കാർഡ്, സ്റ്റോക്ക്, ഈ റെക്കോർഡുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ആപ്പിൽ നിന്ന് എപ്പോഴും എക്സ്പോർട്ട് ചെയ്യാൻ കഴിയും. അതിൽ മാറ്റങ്ങൾ വരുത്തിയ ഐറ്റങ്ങൾ ബാക്കപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ കഴിയും. 41 ഫീച്ചർ എന്താണെന്ന് നോക്കിയാൽ അസിസ്റ്റന്റ് കൺട്രോൾ. നമ്മളോടൊപ്പം ജോലി ചെയ്യുന്ന അസിസ്റ്റന്റിനെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ നിയന്ത്രിക്കാൻ കഴിയും. ഉദാഹരണത്തിന് അവർക്ക് പ്രോഫിറ്റ് കാണാൻ പാടില്ല, അവർക്ക് വിൽപ്പന വില കാണാൻ പാടില്ല, അല്ലെങ്കിൽ റേറ്റ് മാറ്റാൻ പാടില്ല എന്നിങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ നാം നൽകുന്നത് കൊണ്ട് അവർക്കൊരു ആക്ഷനും ചെയ്യാൻ കഴിയില്ല. ഫുൾ ആൻഡ് ഫോർ എല്ലാം സേഫ് ആൻഡ് സെക്യൂർ ആയി ഇരിക്കുന്നു. പാർട്ടി 50 ഫീച്ചർ എന്താണെന്ന് നോക്കിയാൽ വിനാസിംഗ് ഹിസ് പിങ് ഹിസ്റ്ററി എന്നത് എന്താണെന്നാൽ നിങ്ങൾ ബിസിനസ് അക്കൗണ്ട് തുറന്നതിൽ നിന്ന് റേറ്റ് വരെയുള്ള എല്ലാ ഐറ്റംസ് ആരാണ് ക്രിയേറ്റ് ചെയ്തതെന്ന റെക്കോർഡ് ആ ലോഗ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിന് നമ്മൾ ബിസിനസ് ആപ്പിൽ തന്നെ നൽകുന്നു. അതിനാൽ നിങ്ങൾ അസിസ്റ്റന്റ് മെനുവിൽ പോയി അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഏത് തീയതി വരെ എന്തെല്ലാം മാറ്റങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് ആയി കാണാൻ കഴിയും. നിങ്ങളുടെ അനുമതിയില്ലാതെ അത് മറ്റാരും ആക്സസ് ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ അസിസ്റ്റന്റുകൾ എന്തെല്ലാം മാറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതും നിങ്ങൾ എളുപ്പത്തിൽ വെരിഫൈ ചെയ്യാൻ കഴിയും. വാട്ട് ഈസ് 60 ഫിക്സർ എന്നത് എന്താണെന്ന് നോക്കിയാൽ അതായത് ഡിസ്കൗണ്ട്. ഈ ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങളുടെ കസ്റ്റമറിന് നിങ്ങൾക്കൊരു തുകയോ അല്ലെങ്കിൽ ശതമാനമായോ ഡിസ്കൗണ്ട് നൽകാൻ കഴിയും. വാട്ട് ഈസ് 70 ഫിക്സർ എന്നത് എന്താണെന്ന് നോക്കിയാൽ ഉദാഹരണത്തിന് ഒരു കസ്റ്റമറുടെ മൊബൈൽ നമ്പർ, അതായത് നിങ്ങൾ ബില്ല് ചെയ്യുമ്പോൾ കസ്റ്റമറുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്യുമ്പോൾ ആ കസ്റ്റമർ ഇതിനകം നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടോ അല്ലെങ്കിൽ പുതിയ കസ്റ്റമർ ആണോ എന്നത് നമുക്കറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അവർക്ക് ഡിസ്കൗണ്ട് നൽകണോ നൽകരുതോ എന്നത് നമുക്ക് തീരുമാനിക്കാം. പാർട്ടി 8 ബിസിനസ് എന്ന് നോക്കിയാൽ ലോൺ ലിമിറ്റ് നമ്മുടെ റെഗുലർ കസ്റ്റമർ ആണെങ്കിൽ അവർക്ക് നാം ലോൺ നൽകുമ്പോൾ ഒരു ഘട്ടത്തിന് മുകളിൽ ആ തുക പോയാൽ അത് നമുക്ക് വലിയ നഷ്ടമാവും. അതിന് ഓവർകം ചെയ്യാൻ നാം ലോൺ ലിമിറ്റ് എന്നത് ചെക്ക് ചെയ്തിട്ടുണ്ട്. ആ ലിമിറ്റ് റീച്ച് ചെയ്താൽ നിങ്ങൾ ബില്ല് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആപ്പ് അത് അനുവദിക്കില്ല, അത് റെസ്ട്രിക്റ്റ് ചെയ്യും. ഈ കസ്റ്റമർ ലിമിറ്റ് എക്സീഡ് ചെയ്യുന്നു എന്നത് നോട്ടിഫൈ ചെയ്യും. അതിനാൽ നിങ്ങൾക്ക് അനാവശ്യമായ ക്രെഡിറ്റ് നൽകുന്നത് ഒഴിവാക്കാൻ കഴിയും. പാർട്ടി 9 എന്നത് നോക്കിയാൽ കസ്റ്റമറുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി. നിങ്ങൾ ബിസിനസ് അക്കൗണ്ടിൽ നിങ്ങളുടെ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തതിൽ നിന്ന് ഡീൽ ക്ലോസ് ചെയ്യുന്നത് വരെ അവർ എന്തെല്ലാം ട്രാൻസാക്ഷനുകൾ ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം ബില്ലുകൾ അവർ വാങ്ങിയിട്ടുണ്ട് എന്നതെല്ലാം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയും. 50ാം ഫീച്ചർ എന്താണെന്ന് നോക്കിയാൽ റെഫറൽ എങ്കിൽ, അതായത് നമ്മുടെ ബിസിനസ് ആപ്പിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി സർക്കിളും നിങ്ങൾ റെഫർ ചെയ്താൽ അവർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കോഡ് ഓട്ടോമാറ്റിക്കായി അപ്ലിക്കബിൾ ആയിരിക്കും. അങ്ങനെ അവർ ഉപയോഗിച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു പ്രൊമോ കോഡ് ക്രിയേറ്റ് ചെയ്യും. ഇതിൻ്റെ ബെനിഫിറ്റ് എന്തെന്നാൽ അവർ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ നിങ്ങളൊരു വർഷം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത 2 മാസങ്ങൾക്ക് ഇത് എക്സ്റ്റെൻഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ നിങ്ങൾ എത്രത്തോളം നമ്മുടെ ആപ്പ് റെഫർ ചെയ്യാണോ അതനുസരിച്ച് നിങ്ങളാൽ പരമാവധി പണം കൊടുക്കാതെ തന്നെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും. ഒടുവിൽ വീഡിയോയുടെ അവസാനത്തിലേക്ക് എത്തി. ഈ വീഡിയോയിൽ നമ്മുടെ ബിസിനസ് ആപ്പിലെ പ്രോ ബിൽഡിംഗ് പ്ലാനിലെ 50 ഫീച്ചറുകൾ നിങ്ങൾ കണ്ടിരിക്കും. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ കണ്ടതിലൂടെ നിങ്ങളുടെ ബിസിനസ്സിൽ തീർച്ചയായും ഒരു ബിൽഡിംഗ് സോഫ്റ്റ്വെയർ വേണമെന്ന് 11 ഐഡിയകൾ നിങ്ങൾക്കുണ്ടാകാൻ കാരണമായിരിക്കും. ശരിയാണോ? എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിന് ബിൽഡിംഗ് സോഫ്റ്റ്വെയർ ചേർക്കാം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് വന്നതുപോലെ അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ, അതായത് പാർട്ട് 2-ൽ പ്രീമിയം സ്റ്റോറിന്റെ ഫീച്ചറുകൾ വിശദമായി നോക്കാം. കാരണം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ തീർച്ചയായും നിങ്ങളുടെ ബിസിനസ്സിൽ ഈ ബിസിനസ് ആപ്പ് ചേർക്കും. കാരണം ഇതിൽ അത്രയേറെ ഫീച്ചറുകളുണ്ട്. ഇവ ഫീച്ചറുകൾ നിങ്ങൾ ചേർത്തതുകൊണ്ട് നിങ്ങളുടെ സ്റ്റോർ, അതായത് നിങ്ങൾ ഓഫ്ലൈനിൽ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ബിസിനസ് ഓൺലൈനിൽ തീർച്ചയായും എത്തിക്കാൻ കഴിയും. അതിനാൽ അടുത്ത വീഡിയോയിൽ വിശദമായി നോക്കാം.